ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും 10 ചോദ്യോത്തരങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ രസകരമായ, വളരെ സിമ്പിളായ, എന്താ പറയുക, വല്ലപ്പോഴൊക്കെ നമുക്കൊരു നേരം പോക്ക് വേണ്ടേ, അതിനനുസരിച്ചിട്ടുള്ള രസകരമായ ചോദ്യങ്ങളാണ്, അടിപൊളി ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളും ഞാനും കൂടെ ഒന്നിച്ചു പോകുമ്പോഴല്ലേ നമ്മളാകുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം രാവിലെ മുതൽ എത്ര തവണ ഷേവ് ചെയ്താലും വൈകുന്നേരമാകുമ്പോൾ വീണ്ടും താടിയും മീശയും ഉണ്ടാകുന്നത് ആർക്കാണ്? ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നാണ്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ അതിനാരും കറക്റ്റ് ഉത്തരം പറഞ്ഞിരുന്നില്ല കേട്ടോ. സോ അത് എൻ്റെ ടേൺ ആണ്. അപ്പം ഞാൻ അതിൻ്റെ ഉത്തരം പറയാണ്. ബാർബർക്കാണ്. രാവിലെ മുതൽ എത്ര തവണ ഷേവ് ചെയ്താലും വീണ്ടും താടിയും മീശയും ഉള്ളത് ആർക്കാണ്? ബാർബർക്കാണ്. അപ്പോൾ ഇന്നത്തെ അടിപൊളി ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം ഇന്നത്തെ ഫസ്റ്റ് ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യമായി തുരങ്കമുണ്ടാക്കിയത് ആരാണ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം അതിൻ്റെ ഉത്തരം പെരിച്ചാഴിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, സ്വന്തമായി കസേരയുള്ള മാൻ ആരാണ്? വേറെ ആരാണ്? ചെയർമാൻ. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി ഏതാണ്? ഉത്തരം ഏതാണ്? കൺമഷി. അതാണ് പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി. ഇനി നാലാമത്തെ ചോദ്യമാണ്, സിനിമയിലില്ലാത്ത ആക്ഷൻ ഏതാണ്? ഇതെല്ലാവരും കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ വിക്സ് ആക്ഷൻ. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, ഒരിക്കലും കായ്ക്കാത്ത മരം ഏതാണ്? ഇതെല്ലാം നമ്മൾ സ്കൂളിൽ, ഹൈസ്കൂൾ എത്തുമ്പോഴും കോളേജിലും എല്ലാം നമ്മൾ കണ്ട് പങ്കെടുത്ത് വന്നൊരു കാര്യമാണ്. ഇതാണ് ക്ലൂ. ഉത്തരം സമരമാണ്. ഇതിന് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അടുത്തത് ആറാമത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ്? ഇത് നമ്മുടെ ലൈഫിൽ നമ്മളെല്ലായിടത്തും എല്ലാ മേഖലകളിലും പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ വളച്ചു കെട്ടിക്കൊണ്ടുവരുന്നില്ല, മോഡറേഷനാണ്. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ മോഡറേഷനാണ്. ഇനി ഏഴാമത്തെ ചോദ്യമാണ്, ലോകത്തെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി ഏതാണ്? ഉത്തരം ഏതാ? ഓഹരി, ഷെയർ. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അങ്ങനെ നമ്മൾ ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. തോളിൽ സഞ്ചിയുള്ള ജീവി ഏതാണ്? ഇതിന് ക്ലൂ ഒക്കെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, നമ്മളെവരൊക്കെ ഇങ്ങനെ തൊട്ടിട്ടുണ്ട്. എത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം തോളിൽ സഞ്ചിയുള്ള ജീവി ഏതാണ്? ഇതിൻ്റെ ഉത്തരം കണ്ടക്ടറാണ്. ബസ് കണ്ടക്ടർ അല്ലേ? അതാണ്. ഞാനതാണ് തൊട്ടിട്ടുണ്ടെന്നുണ്ട്. കാരണം നമ്മുടെ അടുത്ത് പൈസ പറഞ്ഞ് വാങ്ങുന്നതൊക്കെ നമ്മൾ സ്കൂളിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിച്ചല്ലേ. സോ അതാണ്. ഇനി ഒൻപതാമത്തെ ചോദ്യമാണ്, തലകുത്തി നിന്നാൽ വലുതാകുന്നത് എന്താണ്? ഏതാണ്? തലകുത്തി നിന്നാൽ വലുതാകുന്നത് എന്താണ്? അതിൻ്റെ ഉത്തരം 6ആണ്. 6ന് നമ്മൾ തലകീഴായി ഇട്ടാൽ അത് 9 ആകും. ഇതാണ്. അടിപൊളി ചോദ്യങ്ങളല്ലേ? അടുത്തത് ലാസ്റ്റ് 10ാമത്തെ ചോദ്യമാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. അടിപൊളി ചോദ്യമാണ്, രസകരമായതാണ്. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചിട്ടുമുണ്ട്, അതിന് ഉത്തരം പറഞ്ഞിട്ടുമുണ്ട്. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. സെൽഫോണിനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഗുഡ് ക്വസ്റ്റ്യൻ അല്ലേ? ഒന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നേ, അപ്പൊ കിട്ടും അതിന്റെ ഉത്തരം. അപ്പം ഇന്നത്തെ ചോദ്യം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നല്ല രീതിയിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.